بسم الله الرحمن الرحيم والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. اقرأ كتابك كفى بنفسك اليوم عليك حسيبا. صدق الله العلي العظيم. ഉമർ റളിയല്ലാഹുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉള്ള ചരിത്രം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം സുബഹി നമസ്കാരത്തിന് ഒരുങ്ങുന്ന സമയത്തിലാണ് ഒരാളുടെ കുത്തേറ്റിട്ട് മരണത്തിലേക്ക് നീങ്ങുന്നത്. ആ സമയത്ത് ഗുരുതരമായ പരിക്കേറ്റിട്ട് നിലത്ത് വീണ ഉമർ റളിയല്ലാഹുവിനെ സ്വന്തം മകൻ മടിയിൽ ഇങ്ങനെ കടത്തുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, അദ്ദേഹം പെട്ടെന്ന് മുസ്ലിങ്ങളോട്, വിശ്വാസികളോട് നമസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട സംഗതി നമുക്കറിയാം. അതേപോലെ മകൻ സ്വന്തം ഉപ്പയുടെ തലയിൽ ഇങ്ങനെ വെച്ച സമയത്ത് മകനോട് ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, എന്റെ തല നീ എന്റെ മടിയിൽ വെക്കേണ്ടതില്ല, നിലത്ത് വെക്കുക. കാരണം അള്ളാഹു എന്റെ കാര്യത്തിൽ എന്നോട് എന്തെങ്കിലും നല്ലതായിട്ട് പുറത്തു തരുന്ന അവസ്ഥയിലേക്ക് എന്റെ കാര്യങ്ങൾ കൊണ്ടുപോയാൽ എനിക്ക് നന്നായിരിക്കും എന്നുള്ള ഒരു സംഗതി അദ്ദേഹത്തോട് മകനോട് പറയുകയുണ്ടായി. പക്ഷെ മകൻ അതിന് ശേഷവും തല നിലത്ത് വെക്കാതെ മടിയിൽ വെക്കാൻ ശ്രമിച്ചപ്പോൾ പിന്നെയും റളിയല്ലാഹു മകനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്റെ തല അപ്പൊ അത് പറയുന്നത് അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ബോധം വന്ന സമയത്ത് പിന്നെയും മനസ്സിലായി അദ്ദേഹത്തിന്റെ തല മകന്റെ മടിയിലാണ് എന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെയും ചോദിക്കുന്ന ഒരു സംഗതി, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്റെ തല നീ അള്ളാഹുവിന്റെ ഭൂമിയിൽ തന്നെ വെക്കുക, അള്ളാഹു എനിക്ക് എന്തെങ്കിലുമൊക്കെ റഹ്മത്ത് തരാനുണ്ടെങ്കിൽ, എന്തെങ്കിലും എന്നോട് കരുണ കാണിക്കാനുണ്ടെങ്കിൽ അത് എനിക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുന്ന സന്ദർഭം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉമർ റളിയല്ലാഹു എന്ന് പറയുന്നത് സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സഹാബിയാണ്. പക്ഷെ ആ അവസാന നിമിഷം വരെ അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ലായിരുന്നു ഞാൻ സ്വർഗത്തിൽ എത്തും, അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കൊണ്ടും വിശ്വാസം കൊണ്ടുമൊക്കെ സ്വർഗത്തിലെത്തുമോ എന്ന് അദ്ദേഹം അവസാന നിമിഷം വരെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, ഒരു സ്വഹാബിയായിരുന്നു. നമുക്കറിയാം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയധികം ഒരുപാട് നല്ല കാര്യങ്ങൾ ഇസ്ലാമിന് വേണ്ടി സംഭാവന ചെയ്ത ഒരു വ്യക്തിയാണ്, ഒരു സഹാബിയാണ് ഉമർ റളിയല്ലാഹു അൻഹു. റളിയല്ലാഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഹാസിബു ഖബ്ല അൻ തുഹാസബു എന്ന് പറയുന്നത്, നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക എന്ന്. ഈ ചരിത്രം അദ്ദേഹത്തിന്റെ ആ ഒരു അവസാന നിമിഷത്തിലുള്ള സന്ദർഭത്തിലുള്ള സംഗതി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹം എത്രമാത്രം സ്വന്തം ജീവിതത്തിലും അത് മറ്റുള്ളവരോട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹം അമീറുൽ മുഅ്മിനായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഗവർണർമാരുമായിട്ടുള്ള കത്തിടപാടുകളും സംഭാഷണങ്ങളൊക്കെ പലതും ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അന്നേരമൊക്കെ അദ്ദേഹം പ്രത്യേകിച്ച് പറയുമായിരുന്നു, നല്ല അവസരങ്ങളിൽ നിങ്ങളെല്ലാവരും നിങ്ങൾ അള്ളാഹുവിനോട് അടുക്കണം, അതേപോലെ നിങ്ങളുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർമാരോടൊക്കെ പ്രത്യേകിച്ച് പറയുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പൊതുവിൽ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ സ്വയം വിചാരണ നടത്തുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് സ്വയം ബോധവാന്മാരാവുക എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സ്വയം ജീവിതത്തിൽ ചെയ്യുകയും അതേപോലെ വിശ്വാസികളോട് നിരന്തരം പറയുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സഹാബിയായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാൻ പറ്റും. അൽ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതായത് ഒരു മനുഷ്യൻ സ്വന്തം ജീവിതത്തിൽ സ്വന്തം ചെയ്യുന്ന കാര്യങ്ങളുടെ കണക്ക് നിരന്തരം നോക്കിയാൽ മാത്രമേ നാളെ അന്ത്യനാളിലെ കണക്കെടുപ്പ് എളുപ്പമാവുകയുള്ളൂ എന്ന് കൂടി പറയാം. അദ്ദേഹം പറഞ്ഞത്, ഒരു വിശ്വാസി സ്വന്തം ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ കണക്ക് നിരന്തരമായി നോക്കിയാൽ മാത്രമേ അന്ത്യനാളിലെ കണക്കെടുപ്പ് അള്ളാഹിന് മുമ്പിൽ എളുപ്പമാകുള്ളൂ എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മള് നോമ്പിലേക്ക് അടുക്കുകയാണ്, കുറച്ച് ആഴ്ചകളേ ഉള്ളൂ. അള്ളാഹു നമ്മെ നോമ്പിലേക്ക് എത്തിക്കട്ടെ, ആമീൻ.
പിന്നെ നമുക്ക് നോമ്പിൽ നമ്മൾ ചെയ്യേണ്ട സംഗതിയാണ് ഈ കണക്കെടുപ്പ് കാര്യങ്ങളൊക്കെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ആലോചിച്ച് പോകാറുണ്ട്, നോമ്പ് എന്നൊരു സംഗതി നമ്മുടെ ജീവിതത്തിലൊന്നും ഇല്ലെങ്കിലും എന്തായിരിക്കും നമ്മുടെ ഒക്കെ അവസ്ഥ എന്നുള്ളത്. നമ്മൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു അവസരമായിട്ട് നോമ്പിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റാറുണ്ട്. പക്ഷെ അത് നോമ്പിലേക്ക് എത്തിയതിനു ശേഷമല്ല, അതിനു മുമ്പ് തന്നെ നമ്മൾ നമ്മളെ കുറിച്ച് ഒരു കാര്യമായ ഒരു ആലോചന നടത്തേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. കാരണം അള്ളാഹു പല രൂപത്തിൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കണക്കെടുപ്പ് എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ കണക്കെടുപ്പ് എന്ന് പറയുന്നത് നാളെ പരലോകത്ത് അന്ത്യനാളിൽ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ കഫാ ബില്ലാഹി ഹസീബ എന്ന് പറയുന്നുണ്ട്. അത് അള്ളാഹു മതി, നിങ്ങളുടെ കണക്ക് നോക്കാൻ അള്ളാഹു മതി എന്ന് പറയുന്നു. ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഹസീബ, എല്ലാ കാര്യങ്ങളുടെയും കണക്ക് നോക്കാൻ അള്ളാഹു മതിയാകും എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ വിഷയത്തിലായാലും ലോകത്തുള്ള പ്രശ്നങ്ങളുടെ വിഷയത്തിലായാലും എന്ത് വിഷയത്തിലായിരുന്നാലും നാളെ നമ്മുടെ മരണത്തോടു കൂടി അന്ത്യനാളെത്തുന്നതോടു കൂടിയൊക്കെ അള്ളാഹുവിന് ചെയ്യാനുള്ള മെയിൻ ഒരു പണി എന്ന് പറഞ്ഞാൽ കണക്ക് നോക്കുക എന്നുള്ളതാണ്. ഞാന് ആമുഖത്തിൽ ഓതി വെച്ച ആയത്തിൽ പറയുന്നത് ഇഖ്റ കിതാബിക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. അത് നാളെ ലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, നിങ്ങളുടെ പുസ്തകത്തിലേക്ക് തന്നെ നോക്കൂ. ആ പുസ്തകം വായിച്ചു നോക്കുക. കഫാ ബിനഫ്സിക, നിനക്ക് തന്നെ അത് മനസ്സിലാവും, അല്ലെങ്കിൽ നിനക്ക് തന്നെ അത് മതിയാവും. അൽയൗമ അലൈക ഹസീബ. അത് അള്ളാഹു മറ്റുള്ള ആയത്തുകളിൽ പറഞ്ഞത് ഞാൻ തന്നെ അതിന്റെ കണക്ക് നോക്കുമെന്ന് പറയുന്നു. ഈ ആയത്തിൽ പറയുന്നത് ആ പുസ്തകം നോക്കിയാൽ നിനക്ക് തന്നെ മനസ്സിലാകും നീ ചെയ്ത കാര്യങ്ങളാണ് അത്, അതിന്റെ കൃത്യമായ കണക്ക് ആ പുസ്തകത്തിലുണ്ട് എന്ന് നമ്മളോട് മുഖത്ത് നോക്കി പറയും. അള്ളാഹുവും അള്ളാഹുവിന്റെ മലക്കുകളും പറയും. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം ഉണ്ടാക്കാൻ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, പുതിയ പുതിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, എല്ലാം വേണ്ടത് തന്നെ. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു ശീലമാണ് ഈ കണക്ക് നോക്കുക എന്ന് പറഞ്ഞ സംഗതി. ഒരുപാട് വഴികൾ പ്രവാചകനും സഹാബിമാരും ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. പലപ്പോഴും ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് സമയം ചില പ്രാർത്ഥനകളും സംഗതികളും ഒക്കെ നടത്തുകയും, അതേപോലെ തന്നെ ഇന്ന് സംഭവിച്ചു പോയ ആ ഒരു ദിവസത്തെ കുറിച്ച് ആലോചിക്കുകയൊക്കെ ചെയ്യണമെന്ന് പഠിപ്പിച്ചതൊക്കെ നമുക്കറിയാം. അപ്പൊ അത് നല്ലൊരു വഴിയാണ്. ദിവസമുള്ള കാര്യങ്ങൾ ദിവസം തന്നെ തീർത്തുകൊണ്ട് ആലോചിച്ചുകൊണ്ട് വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്തുകൊണ്ടും നമ്മൾ ഇടക്കിടക്ക് ചെയ്യേണ്ട ഒരു പണിയാണ് ഈ കണക്ക് നോക്കുക എന്നുള്ളത്. കാരണം പല കാര്യങ്ങളും നമുക്ക് ശരിയാക്കാനുണ്ടാവും, ചിലതൊക്കെ നേരാക്കാനുണ്ടാവും. ശരിയാക്കുക എന്ന് പറഞ്ഞാൽ തെറ്റിയത് ശരിയാക്കാനുണ്ടാവും. ചിലത് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വിട്ടുപോയത് നേരെയാക്കാനുണ്ടാവും. ചിലത് നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, അത് നമുക്ക് നിലനിർത്തി പോകേണ്ടതുണ്ടാവും, നിരന്തരമായിട്ട് ചെയ്യേണ്ടതുണ്ടാവും. ചിലത് നമ്മൾ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ടാവും, നമ്മൾ അറിയുന്നുണ്ടാവും നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ടാവും. ചിലത് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്യുന്നതാണ്, പക്ഷെ കുറച്ചുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, അങ്ങനെ ഉണ്ടാവും. ചിലതൊക്കെ അറിയാതെ നമ്മൾ തെറ്റുകളിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ടാവും. നമ്മൾ നിരീക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ കുറെ സംഗതികളിൽ നമുക്ക് അവസരങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ നിരന്തര ജീവിതത്തിന് മുമ്പിൽ ഇങ്ങനെ അവസരങ്ങൾ വന്നിട്ടുണ്ടാവും, നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അതേപോലെ ചിലതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു സാധാരണ ജീവിതം ഇങ്ങനെ നയിച്ചു പോയി കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഒരു റൂട്ടീൻ എന്ന് പറയുന്ന രൂപത്തിൽ, ഒരു ശീലം എന്ന അർത്ഥത്തിൽ മാത്രം കൊണ്ട് നടന്നു പോയി കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യങ്ങളല്ല. ഒന്ന് ആലോചിച്ചിട്ട് നമ്മൾ തന്നെ പറ്റി ചിന്തിച്ചുകൊണ്ട് നമ്മൾ സ്വയം തന്നെ ഇതിന്റെ ഒരു കൺട്രോൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതാണ് കണക്ക് നോക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാല് യാന്ത്രികമായിട്ട് നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മളെ തന്നെ അക്കൗണ്ടബിൾ ആവുകയാണ്. എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഞാൻ എന്റെ അറിവോട് കൂടി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ തന്നെ സ്വയം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി കൂടിയാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. റമദാനിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മളത് പ്രത്യേകമായി അടുത്ത 2 ആഴ്ച അതിനുവേണ്ടി സമയം കണ്ടെത്തുക. വെറുതെ ഇരുന്നു കൊണ്ടൊരു പേപ്പറിൽ ഈ സംഗതികളൊക്കെ നമ്മളിങ്ങനെ എഴുതി നോക്കിയാൽ പല കാര്യങ്ങളും നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അതിനു വേണ്ടിയുള്ള സന്ദർഭമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തണം. ഇൻഷാ അള്ളാ നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത്, ഇതിപ്പോ നമ്മൾ ഈ ഒരു സംഗതി ഇപ്പം ചെയ്തിട്ടില്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാല് നാളെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആ പുസ്തകം കിട്ടുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക, എങ്ങനെയൊക്കെ ആയിരുന്നല്ലോ സംഗതി, ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നല്ല വശങ്ങൾ ഉണ്ടായിരുന്നല്ലേ, ഒക്കെ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാവുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഈ സംഗതികൾക്ക് ഇങ്ങനെയൊക്കെ മോശപ്പെട്ട അവസ്ഥകൾ അതുവഴി ഉണ്ടായിട്ടുണ്ടല്ലേ,
അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതൊക്കെ എനിക്ക് ഒഴിവാക്കാമായിരുന്നു എന്ന് പറയുന്നത് ഒരു നിമിഷത്തിന്റെ കണക്കല്ല, നമ്മുടെ ഒരു ആയുസിന്റെ കണക്കായിട്ടാണ് നമ്മൾ അവിടെ കാണുക. പിന്നെ നമുക്ക് തന്നെ കൃത്യമായി ബോധ്യപ്പെടും എന്നുള്ള പ്രത്യേകം പറഞ്ഞ സംഗതി കൂടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുക. ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, നമ്മുടെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തന്നെ കണക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവും. പിന്നെ പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ഹൽബസരി പറഞ്ഞതുപോലെ, പിന്നെ നമ്മളിങ്ങനെ നിരന്തരമായി അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നും ചിലപ്പോൾ ബാക്കി ഉണ്ടാവില്ല, അള്ളാഹുവിന്റെ സഹായം കൊണ്ട് ഇൻഷാ അല്ലാഹ്. പക്ഷെ അത് നോക്കിയില്ലെങ്കിൽ ഒരുപാട് പിന്നെ എന്താ പറയാ വിചാരിക്കാത്ത സംഗതികൾ പൊങ്ങി വന്ന് എന്നും വരാം. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ വിചാരിക്കാത്ത പല അബദ്ധങ്ങളും വന്നു പോയി എന്നും വരാം. അപ്പൊ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ മിസ്സായി പോയി കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമുള്ള ഒരു സംഗതി ആയതുകൊണ്ടാണ് ഉമർ അള്ളാഹു അൻഹു ഒക്കെ പ്രത്യേകം അത് അങ്ങനെ ഓർമ്മിപ്പിച്ചത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വരുന്ന റമളാനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകളാക്കി അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ് റമളാൻ പിന്നെ നമുക്ക് മുന്നിൽ വരുന്നത്. അത് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം, ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന, പിന്നെ ഇതുവരെ കഴിഞ്ഞു പോയ എല്ലാ റമളാനുകളെയൊക്കെ നല്ല റമളാനാക്കി അള്ളാഹു നമുക്കത് മാറ്റി തരുമാറാവട്ടെ. അത് വെറുതെ ഉണ്ടാവുന്നതല്ല, നമ്മൾ തന്നെ അതിനുവേണ്ടി ഒരുങ്ങി അതിനുവേണ്ടി പ്രയത്നിച്ച് പിന്നെ ഒരുപാട് ഒരുക്കങ്ങൾ നടത്തുമ്പോഴാണ് അതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ചെയ്യാൻ വേണ്ടി പറ്റുക. അള്ളാഹു നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പിന്നെ ഒക്കെ പ്ലാൻ ചെയ്യാനും ഒക്കെ ഒരു തൗഫീഖ് അള്ളാഹു കാര്യം ഒത്തൊരുമിച്ച് തരുമാറാവട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا رب العالمين. السلام عليكم ورحمة الله.